എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കേൾവി ശബ്ദം പെട്ടെന്ന് കുറയുന്നതുപോലെ? ഒരുപാട് ശബ്ദമുള്ള ഒരു കോൺസെർട്ടിനു ശേഷം, കഠിനമായ ജലദോഷത്തിനു ശേഷം, അല്ലെങ്കിൽ ഒരു നീണ്ട വിമാനയാത്രയ്ക്ക് ശേഷം? അങ്ങനെയാണെങ്കിൽ അത് താൽക്കാലിക കേൾവിക്കുറവായിരിക്കാം. നല്ല വാർത്ത എന്താണെന്നാൽ അത് പലപ്പോഴും തിരികെ വരും. പക്ഷേ അതിന് സമയത്ത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് താൽക്കാലിക കേൾവി നഷ്ടം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കേൾവി പെട്ടെന്ന് കുറയുക, അല്ലെങ്കിൽ ഭാഗികമായി കുറയുക, പക്ഷേ ചെറിയൊരു കാലയളവിനുള്ളിൽ മാത്രമായി. സ്ഥിരമായ കേൾവി നഷ്ടത്തേക്കാൾ വ്യത്യാസം എന്താണെന്നാൽ കാരണം മാറുകയോ ചികിത്സ ലഭിക്കുകയോ ചെയ്താൽ ഇത് മെച്ചപ്പെടും. പൊതുവായ കാരണങ്ങൾ. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കീക്യാപ്പ് 1 ചെവിക്കായം അമിതമാകുന്നത്. അതെ, ഇതാണ് ചെറുത്. ചെവിക്കായം അമിതമാകുന്നത് ശബ്ദം ചെവിക്കുള്ളിലേക്ക് ശരിയായി എത്താൻ തടസ്സമാകും. കീക്യാപ്പ് 2 ചെവിയിലെ അണുബാധകൾ. കർണപടത്തിനു പിന്നിൽ ദ്രവം അടിഞ്ഞുകൂടുമ്പോൾ ശബ്ദം മങ്ങലായി കേൾക്കും, വെള്ളത്തിനടിയിൽ ഇരിക്കുന്ന പോലെ. കീക്യാപ്പ് 3 ഉയർന്ന ശബ്ദങ്ങളിൽ ദീർഘനേരം ഇരിക്കുക. വലിയ വിവാഹ ഡിജെകൾ, ട്രാഫിക് ഹോൺ, അല്ലെങ്കിൽ ഹെഡ്ഫോൺ പൂർണ്ണ ശബ്ദത്തിൽ ഉപയോഗിക്കുന്നത്. ഇവ താൽക്കാലികമായി നിങ്ങളുടെ കേൾവി കോശങ്ങളെ സ്റ്റൺ ചെയ്യാം. കീക്യാപ്പ് 4 വിമാനയാത്രയോ ഉയരം മാറ്റങ്ങളോ. യാത്ര കഴിഞ്ഞ് ചെവി ബ്ലോക്ക് ആയ പോലെ തോന്നിയിട്ടുണ്ടോ? അത് ചെവിയുടെ മധ്യഭാഗത്തിലെ മർദ്ദം വ്യത്യാസം കൊണ്ടാണ്. സാധാരണയായി താൽക്കാലികമായ ഒന്നാണ്. ദൈർഘ്യം എത്ര കാലം? മിക്കവർക്കും ഈ താൽക്കാലിക കേൾവിക്കുറവ് കുറച്ച് മണിക്കൂറുകളിൽ നിന്ന് ചില ദിവസങ്ങൾ വരെ നീളാം. ചിലപ്പോൾ കാരണമനുസരിച്ച് 1 ആഴ്ചയോ 2 വരെ തുടർന്നേക്കാം. പക്ഷേ അത് 2 ആഴ്ചയ്ക്ക് മുകളിലായി നീണ്ടുനിൽക്കുകയോ ആവർത്തിക്കുകയോ ചെയ്താൽ അത് ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ തന്നെ ഒരു ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യേണ്ടതു അനിവാര്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചെവി പറയുന്നത് കേൾക്കൂ. താൽക്കാലിക കേൾവി നഷ്ടം എന്നത് നിങ്ങളുടെ ചെവികൾ പറയുന്ന ഒരു സന്ദേശമാണ്, എന്തോ ശരിയല്ല എന്ന്. ഇതിന്റെ കൂടെ വേദന, ചെവിയിൽ മുഴക്കം, അല്ലെങ്കിൽ തലചുറ്റലുണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. കാരണം ചിലപ്പോൾ താൽക്കാലികം എന്ന് തോന്നുന്നത് സ്ഥിരമായ പ്രശ്നത്തിന്റെ തുടക്കമാകാം. പ്രശ്നപരിഹാരം. ഹിയേഴ്സ് ആപ്പിൽ നിങ്ങളുടെ കേൾവി പരിശോധിക്കുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഓൺലൈനായോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ട്ണർ ഹിയറിംഗ് സെന്ററുകളിലോ എത്താം. ഞങ്ങളുടെ വിദഗ്ധർ വേഗത്തിൽ തന്നെ മനസ്സിലാക്കും ഇത് താൽക്കാലികമായ ഒരു ബ്ലോക്കേജാണോ അതോ കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ഒന്നാണോ എന്ന്. അതിനാൽ വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കുന്നതിനു മുൻപ് ഇത് പ്രൊഫഷണലുകൾക്ക് കൈമാറൂ. ഒരിക്കലെങ്കിലും നിങ്ങളുടെ ചെവി ബ്ലോക്ക് ആയതായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ടിവിയുടെ ശബ്ദം പതിവിലും കൂടുതൽ കൂട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കാത്തിരിക്കേണ്ട. ഇന്ന് തന്നെ ഹിയേഴ്സ് ആപ്പിൽ ഒരു ക്വിക്ക് ഹിയറിംഗ് ചെക്ക് അപ്പ് ബുക്ക് ചെയ്യൂ. കാരണം പ്രശ്നത്തിന്റെ കാരണം എത്ര നേരത്തെ മനസ്സിലാക്കുന്നോ അത്രയും വേഗം അത് പരിഹരിക്കാം. ഒരിക്കലും നിശബ്ദമാകരുത്. ലോകത്തെ വീണ്ടും വ്യക്തമായി കേൾക്കൂ.